ഇപ്പോൾ കെ ബി ഗണേഷ് കുമാറൊക്കെ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് താരങ്ങളെ കൊണ്ടുവരാറുണ്ട്. താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആഗ്രഹിച്ചാലും ഞാനത് ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യകതയില്ല. ഞാനിവിടെ ഒരു UDF-കാരനായിട്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചോളാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും കൊണ്ടുവന്നൊക്കെ ഉണ്ട്. ഇത് ഞാൻ വന്ന് നിന്നപ്പോൾ ഇവർ ഫസ്റ്റ് ഇതൊക്കെ അവരെ അടിക്കാനുള്ള വടിയായിട്ട് എടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ആവശ്യമില്ലാതെ ഞാൻ തീർച്ചയായിട്ടും ഒരു UDF പ്രവർത്തകനായിട്ട് UDF-ന്റെ കാൻഡിഡേറ്റായിട്ട് തന്നെ ജയിച്ചാൽ മതി എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ആരെങ്കിലും വന്നാൽ നീ വരരുതെന്നൊന്നും ഞാൻ പറയുമൊന്നുമില്ല. പക്ഷെ വളരെ പ്രിയമുള്ള ചില ആൾക്കാരോട് ഞാൻ പറയും, വേണ്ട, ചിലപ്പോൾ നല്ല സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും, നിങ്ങളോട് വന്ന് നിങ്ങൾ കുറേ ചീത്ത കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റികൾ മത്സരിക്കുമ്പോൾ ആദ്യം ഒരു ആൾക്കൂട്ടം ഉണ്ടാകും. പക്ഷെ അത് എപ്പോഴും ചോദിക്കുന്ന കാര്യം ആൾക്കൂട്ടം വോട്ടാകുമോ എന്നാണ്, അല്ലേ? അങ്ങനെയുണ്ട്. ആ ചോദ്യവും പല കാലത്ത് ഇതിനുള്ള ഉത്തരമായി ജയിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. സെലിബ്രിറ്റികൾ മത്സരിക്കുക എന്നുള്ള ആളുകൾക്ക്, ഈ സെലിബ്രിറ്റികളെ പോലും ആളുകൾക്ക് കൃത്യമായി അറിയാം. ഒരാൾ പാട്ടുകാരൻ മാത്രമാണോ, അയാൾക്ക് ഒരു പൊളിറ്റിക്സ് നിലപാടുകളുണ്ടോ, അയാളെ വിജയിപ്പിച്ചാൽ അയാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉള്ള ആളാണോ എന്നൊക്കെയുള്ളത് ജനങ്ങൾ ഒപ്പത്തിനൊപ്പം വിലയിരുത്തിയാണല്ലോ വരുന്നത്. ഒരു കാര്യം കൂടി നോക്കും, കാരണം താങ്കൾ തിരക്ക് പിടിച്ച ഒരു സിനിമാക്കാരനാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമോ എന്ന്, കാരണം MLA-മാരെ അറിയാം. ഇല്ല, ഞാൻ തിരക്ക് പിടിച്ച സിനിമാക്കാരനല്ല, എനിക്ക് അത്ര തിരക്കില്ല. ഞാൻ സിനിമയിലുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുക. ഞാൻ കഴിഞ്ഞില്ല അഭിനയിച്ച 3 പടം മഞ്ജുഷ. ഞാൻ സ്റ്റേജ് ഷോകളിൽ ചെയ്തിരുന്നു. ഞാൻ സ്റ്റേജ് ഷോകളിലൊക്കെ ആക്റ്റീവ് അല്ലാതായിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു. കോവിഡിന് മുമ്പ് നിർത്തിയതാണ്. എൻ്റെ കാരണം, നമ്മൾ സ്റ്റേജ് ഷോകളൊക്കെ എല്ലാവരും 4K മൊബൈലുമായിട്ട് വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്നൊരു കണ്ടന്റ് ഒരു സിംഗിൾ ടൈം യൂസായി മാറുന്നു. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു കണ്ടന്റ് പറയുന്നു, ഇവരൊരു സ്കൂളിൽ പോയി പ്രസംഗിച്ചാൽ പോലും ആ പ്രസംഗം 1 മില്യൺ വ്യൂസിലോട്ട് പോവുകയാണ്. അപ്പം അത്രയും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റേജ് ഷോകളും താരതമ്യേന നല്ലോണം കുറച്ചിരുന്നു. ഞാൻ ചില ഡിബേറ്റ്സുകൾക്ക് പോകുമായിരുന്നു, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽക്ക് പോകുമായിരുന്നു. അല്ലാതെ സ്റ്റേജിൽ കയറി നിന്ന് ശബ്ദം അനുകരിക്കുകയും സ്റ്റേജിൽ കയറി നിന്ന് നറമ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സത്യത്തിൽ നിർത്തിയിട്ട് തന്നെ 4-5 കൊല്ലം സൂക്ഷ്മമായിട്ടുണ്ട്. വർഷം സ്പീഡിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. എനിക്കൊരു സീറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എടുത്തെടുത്ത് വന്നു പോയേക്കാന്നുള്ളതല്ല, എനിക്കിതിൻ്റെ എല്ലാ വരും വരായികകളെക്കുറിച്ചും എൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഞാൻ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചും ഞാൻ ജനങ്ങളോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ടാകുകയും ആ ബോധ്യങ്ങൾ ചെയ്യാൻ എനിക്ക് എന്തുമാത്രം പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഡീൽ വിവാദം താങ്കളെ അത് ബാധിക്കുന്നുണ്ടോ? താങ്കളുടെ പാർട്ടി അത് ഉന്നയിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ നിലവിൽ ബാധിക്കുന്നില്ല. അത് ബാധിക്കുന്നില്ലാത്തതിന് കാരണം പാലക്കാട് ജനങ്ങളുടെ ഒരു ബോധ്യങ്ങളാണ്. പാലക്കാട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നി. പല സന്ദർഭങ്ങളിൽ ഞാൻ ഇറങ്ങി നടന്ന എത്ര ആളുകളെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് കണ്ടത്. ഒരു വളരെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. നമ്മളീ പൊളിറ്റിക്കലല്ല എന്ന് പലരും പറയുന്നത്, നമ്മൾ ഈ മറുപക്ഷവുമായി ഉണ്ടാകുന്ന തർക്കങ്ങളെയും കൂടെയൊക്കെ നോക്കിയിട്ടാണ് പലരും പറയുന്നത്. പൊളിറ്റിക്സ് ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്ന പൊതുബോധമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ പൊളിറ്റിക്കലായിരിക്കുക എന്ന് പലരും പറയുന്നതിനകത്ത് കക്ഷി രാഷ്ട്രീയം, മറുപാർട്ടിയിലെ നേതാക്കന്മാർ ഇവരെ ആക്രമിക്കുന്നത് മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങളും നേതാവുമായിട്ടുള്ള ഇടപാടിനിടയിൽ വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിലപാടുകളിൽ വരുന്ന ഒരു കാര്യമാണ്, സാമൂഹികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന, നമ്മുടെ സിവിക് സെൻസ്, നമ്മുടെ പൗരബോധത്തിൽ വരുന്ന സാധനമാണ്. അപ്പം നമ്മൾ പൊളിറ്റിക്സിലായിരിക്കുന്നതും പൊളിറ്റിക്കലായിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളതുള്ളൂ, ഞാൻ പൊളിറ്റിക്കൽ അല്ലായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതങ്ങനെയല്ല. ഈ കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ണാണ്, തുടർച്ചയായിട്ട് UDF ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് താങ്കൾക്ക് എന്തായാലും ഉണ്ട്, അല്ലെ? അത് താങ്കൾ കാണുന്നുമുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സംഘടനാ ശക്തി വളരെ നല്ലതാണ്, നല്ല രസമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഒക്കെ നമ്മുടെ ഇടതും വലതും മുന്നിലും പുറകിലും ഒക്കെ ഇത് നടത്താനും കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഉണ്ട്. റിയലാണിത്. നിങ്ങൾ മൊത്തം സ്ഥാനാർത്ഥികൾ അവനവൻ്റെ പേജിലിട്ട റീലിൻ്റെ എണ്ണം ഒന്ന് എണ്ണുക. ഞാൻ എത്ര ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ എത്ര റീലിട്ടിട്ടുണ്ട് എന്ന് എണ്ണിയിട്ട് ഞാനാണ് കൂടുതലെങ്കിൽ ഈ ആരോപണം ഞാൻ അതുപോലെ സ്വീകരിക്കും. പ്രധാന എതിരാളി ആരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ BJP-യുമായിട്ടാണ് ഡയറക്റ്റ് ഫൈറ്റ്. BJP-യുമായിട്ടാണ് പാലക്കാട് നമ്മൾ ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളൂ.
LDF അങ്ങനെ ഒരു പ്രതലത്തിൽ കാര്യമായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു കൗശലം കൂടിയാണ്. BJP ആണ് പ്രധാന എതിരാളി എന്ന് പറയുമ്പോൾ മൈനോറിറ്റി വോട്ട്സ്, ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുവാനുള്ള തന്ത്രപരമായ LDF ഇവിടെ സ്വന്തം ജനത്തിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ LDF തന്നെ എനിക്ക് ഇവിടെ ഉണ്ടോ മത്സരിക്കാൻ? LDF സ്ഥാനാർത്ഥിയുണ്ട്. ഉണ്ട്. എനിക്ക് അരിവാൾ ചുറ്റിയുടെ കൂടെ മത്സരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണല്ലോ നിങ്ങൾ ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇനി ഞാൻ നിങ്ങളുടെ ഈ വിവാദമാണ്, ആരോപണമാണെന്നൊക്കെ പറയുന്നതിനപ്പുറം ഞാനിവിടെ കൈപ്പത്തിയിൽ വന്നിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് മറ്റ് താമരയൊക്കെ ഉണ്ട്. എനിക്ക് അരിവാൾ ചുറ്റികയില്ല എൻ്റെ ഓപ്പോസിറ്റ് മത്സരിക്കാൻ. അതിനുശേഷം വീണ്ടും ആരോപണം എൻ്റെ തലയിൽ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ താമരയെ നേരിടാനാണ് ഇപ്പോൾ താങ്കൾ ഇറങ്ങിയിരിക്കുന്നത്. അതെ. ശരി, എല്ലാ ആശംസകളും. നന്ദി.